അങ്ങനെതാ പതിവ് പോലെ നമ്മൾ ഇന്നും ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്തില്ല. അപ്പോൾ ഫസ്റ്റായിട്ട് ഇതിൻ്റെ സ്പോയിലർ ഫിറ്റ് ചെയ്യാൻ നമ്മളൊരു വാഗനറിൻ്റെ. അപ്പോൾ അത് ഫിക്സ് ആക്കുകയാണ് നമ്മൾ. ABS ഗ്ലോസി ബ്ലാക്കാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണെന്ന് ഫസ്റ്റ് പരിപാടി. അപ്പോൾ ഇത് ഒട്ടിച്ചിട്ട് ഇറക്കിയിട്ടിട്ട് ബാക്കിയുള്ള വണ്ടികളൊക്കെ ഇറക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യണം. ഓക്കെ ആണോ? പേസ്റ്റ് എടുത്തത് അതിൽ ഇരിക്കണമെന്നില്ല. അപ്പോൾ വാഗണറിൻ്റെ സ്പോയിലറിൻ്റെ ഫിറ്റിങ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓയിൽ ടൈപ്പ് തന്നെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. കണ്ടോ, നല്ല അടിപൊളി ഫിറ്റിങ്ങും കാര്യങ്ങളുമാണ്. അത് ഗ്ലോസി ബ്ലാക്ക് കണ്ടോ, കറക്റ്റ് ഫിനിഷും കാര്യങ്ങളും. അപ്പോൾ ഒരു സ്വിഫ്റ്റ് ടൈപ്പ് 2 ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഇൻസ്റ്റാൾ ചെയ്യാണ്ട്, അതേപോലെ തന്നെ റിവേഴ്സ് ക്യാമും. ഇപ്പോൾ നിലവിൽ കണ്ടോ നമുക്കൊരു OI ടൈപ്പ് സ്റ്റീരിയോ ആണ് ഇതിൽ. കണ്ടോ, MP3 പ്ലെയർ ആണ്. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മളൊരു ആൻഡ്രോയിഡ് ചെയ്യണം, അതേപോലെ തന്നെ റിവേഴ്സ് ക്യാമും ചെയ്യണം കേട്ടോ. പിന്നെ സ്റ്റിയറിംഗ് സ്റ്റിച്ചും ചെയ്യാനുണ്ട് ഈ വണ്ടിയിൽ. അപ്പോൾ നമ്മളിതാ ഈ ഒരു സിസ്റ്റം ഇത് ചെയ്യാൻ ഡയോഡ് 2 വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ്. അതുമാത്രമല്ല അത് 360 സപ്പോർട്ടാണ്. 4GB ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വാഗനറിൻ്റെ സ്റ്റിയറിംഗ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാർബൺ ടൈപ്പാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. കാരണം ആ പോർഷൻ കാർബൺ വരുന്ന ആ ഒരു മോഡലുണ്ടല്ലോ, അതാണ് ഇതിൽ തുന്നിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു ഫോർച്യൂണർ നമുക്ക് ഹെഡ് ലാമ്പ് റീപ്ലേസ് ചെയ്യാൻ വന്നത്. അതിൻ്റെ സിംഗിൾ ലാമ്പാണ്. അതിൻ്റെ റൈറ്റ് സൈഡ് ഹെഡ് ലാമ്പ് മാറ്റിയിട്ട് സെയിം OI ടൈപ്പ് തന്നെ ചേഞ്ച് ചെയ്യണം. അതിന് വേണ്ടി ഒന്നും ഇല്ല കേട്ടോ. ഒരു ഫോർച്യൂണർ നമ്മളൊരു പെരിന്തൽമണ്ണ വണ്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മൾ കാര്യമായിട്ട് ചെയ്ത വർക്ക് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിലിങ്ങും അതേപോലെ തന്നെ ഫ്രണ്ട് ഗ്രില്ലുമാണ്. അപ്പോൾ കസ്റ്റമറാണ് നിൽക്കുന്ന. വണ്ടി ഡെലിവറിൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. നടന്നു പോരി ആയിട്ടില്ല. ഞാൻ റെഡി പറയും. റെഡി പറയുമ്പോൾ നടന്നു വന്നു പോയി. 1 2 3 വരുമ്പോൾ പഠിക്കണം. റെഡി 1 2 3. അടുത്തേക്ക് വരും, വണ്ടിൻ്റെ അടുത്തേക്ക് വരും. ഇങ്ങനെ നോക്കി നടന്നോളൂ ജസ്റ്റ്. അപ്പോൾ നമ്മളൊരു ഫോർച്യൂണർ പെരുന്തൽമണ്ണ വന്നിട്ടോ. അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ചെയ്ത വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രില്ലും കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വണ്ടി മൊത്തത്തിലൊന്ന് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ഡീറ്റെയിൽ ചെയ്തൊരു വണ്ടിയാണ്. അപ്പോൾ പോവാണ് കേട്ടോ. അപ്പോൾ അത് പെരിന്തൽമണ്ണ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളും തീർത്തിട്ടുണ്ട്. ഓക്കെ,
ഇതാണ് നമ്മളെ അടുത്ത ഡെലിവറിക്കുള്ള വണ്ടി കേട്ടോ, സ്വിഫ്റ്റ് ടൈപ്പ് 3. അപ്പോൾ ഇത് നമ്മൾ സ്പോർട്സ് കിറ്റ് ചെയ്യാത്തൊരു വണ്ടിയാണ്. അപ്പോൾ പോളിഷിങ്ങിലാട്ടോ, നാഫി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലെ ഫ്രണ്ട് ബമ്പർ ബാക്ക് ബമ്പറൊക്കെ നമ്മൾ രണ്ടാമത് റീപ്പിൻ്റെ ഇതിൽ നാനോസ്ലാമിൻ്റെ ടിൻ്റ് അടിച്ചു. അതേപോലെ ഡുവൽ ടോണിൽ പെയിൻറ്റ് കണ്ടോ, റൂഫ് മൊത്തം നമ്മൾ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നെക്സ്റ്റ് സ്റ്റേജ് പോളിഷാണ് കേട്ടോ. അതിനിടയിൽ ഇതാണ് നമുക്ക് വാഗണറിൻ്റെ ക്രോം പാർട്സ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ടൈലിൽ വരുന്ന ഗാർണിഷാണ്, ടൈൽ ഗാർണിഷാണ് ഫിക്സ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഫോഗിൻ്റെ കവറ്, അതേപോലെ തന്നെ ഡിക്കി ഗാർണിഷൊക്കെ ആഡ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ടൈൽ ലാമ്പിൻ്റെ ഗാർണിഷാണ് ഇപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരെണ്ണം ഫിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ മറ്റത് ഗമ്മ് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ 4 സൈഡ് ഡോർ ഗാർണിഷ് നമ്മൾ ചെയ്തിട്ടുണ്ട്, 4 സൈഡും. അപ്പോൾ ഇന്നത്തെ വീട് ഏകദേശം കഴിയാനായിട്ടാണ്. അത്യാവശ്യം നല്ല മഴ പെയ്തുകൊണ്ടിരുന്നു. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല ഇതാ കണ്ടോ, നല്ല ഇടി മിന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഏകദേശം ഇവിടെ കഴിയാറായി. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.